കേരളവർമ്മ പഴശ്ശിരാജാവിനെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ കാണില്ല. നമ്മൾക്കൊരുപാട് അഭിമാനം തോന്നേണ്ട ഒരു ചരിത്രപുരുഷനാണ് അദ്ദേഹം. കോട്ടയം എന്ന നാട്ടുരാജ്യത്തിലെ രാജാവായിരുന്നു അദ്ദേഹം. ഈ കോട്ടയം ഇന്നത്തെ കോട്ടയമല്ല കേട്ടോ, കണ്ണൂർ, വയനാട് ജില്ലകളിലായി പരന്നുകിടന്ന പഴയ കോട്ടയമാണ്. രാജാവായ ശേഷം അധികം വൈകാതെ തന്നെ ഇംഗ്ലീഷുകാരുടെ, അതായത് ബ്രിട്ടീഷുകാരുടെ കണ്ണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തിലും അധികാരത്തിലും വീണു. അധികാരം പിടിച്ചെടുക്കാനുള്ള അവരുടെ ശ്രമങ്ങളെ ചെറുക്കാൻ പഴശ്ശിരാജാവ് മനസ്സുകൊണ്ടൊരുങ്ങിക്കഴിഞ്ഞിരുന്നു. ബ്രിട്ടീഷുകാർ ചെയ്ത ഏറ്റവും വലിയ അന്യായങ്ങളിലൊന്ന് അവർ ചുമത്തിയ ഭീമമായ നികുതിയായിരുന്നു. ഈ നികുതി സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. വയനാട്ടിലെ കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളുമായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ജനങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്താൻ പഴശ്ശിരാജാവ് ഒട്ടും മടിച്ചില്ല. നികുതി പിരിക്കാനുള്ള ബ്രിട്ടീഷ് അവകാശം ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ പോരാട്ടം തുടങ്ങി. ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് നികുതി കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ ബ്രിട്ടീഷുകാരുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് തുടക്കമായി. നമ്മുടെ പഴശ്ശിരാജാവ് വളരെ ബുദ്ധിശാലിയായ ഒരു പോരാളിയായിരുന്നു. നേരിട്ടുള്ള യുദ്ധത്തേക്കാൾ അദ്ദേഹം തിരഞ്ഞെടുത്തത് ഒളിപ്പോര് എന്ന തന്ത്രമാണ്. അതായത്, വയനാട്ടിലെ കൊടും കാടുകൾ അവർക്ക് ഒരു കോട്ട പോലെയായി. കുന്നുകളിലും കാടുകളിലും ഒളിച്ചിരുന്ന് ബ്രിട്ടീഷ് സൈന്യത്തെ അവർ ആക്രമിച്ചു. ഈ തന്ത്രം കാരണം ബ്രിട്ടീഷ് പട്ടാളം പലപ്പോഴും പകച്ചുകൊള്ളി. അവരുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നത് അദ്ദേഹത്തിന് തലക്കൽ ചന്തുവും കൈതേരി അമ്പുവും എടച്ചേന കൊങ്കനും പോലുള്ള അധീരരായ അനുയായികളും അതിലുപരി സാധാരണക്കാരായ ജനങ്ങളുടെ ഉറച്ച പിന്തുണയുമായിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു, തങ്ങളുടെ രാജാവ് പൊരുതുന്നത് സ്വന്തം നാടിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണെന്ന്. വർഷങ്ങളോളം ഈ പോരാട്ടം തുടർന്നു. ബ്രിട്ടീഷുകാർ പലതവണ പരാജയപ്പെട്ടെങ്കിലും കൂടുതൽ സൈന്യത്തെയും പുതിയ തന്ത്രങ്ങളെയും ഉപയോഗിച്ച് അവർ തിരിച്ചടിച്ചു. അവസാനം 1805 നവംബർ 30-ന് മൈസൂരിനോടടുത്ത സ്ഥലമായ മാവിലാം തോട്ടിന്റെ തീരത്തുവച്ച് പഴശ്ശിരാജാവിനെ ബ്രിട്ടീഷ് സൈന്യം വളഞ്ഞു. പിടികൊടുക്കാനില്ല എന്ന് ഉറച്ച തീരുമാനമുള്ളതുകൊണ്ട് അദ്ദേഹം സ്വന്തം കൈയിലെ വജ്രമോതിരം വിഴുങ്ങിക്കൊണ്ട് സ്വയം മരണം വരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ശത്രുക്കൾക്ക് മുന്നിൽ തലകുനിക്കില്ല എന്ന് അദ്ദേഹം ആ അവസാന നിമിഷം പോലും തെളിയിച്ചു. പഴശ്ശിരാജാവ് മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാഭിമാനവും സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടവീര്യവും ഇന്നും നമ്മളുടെയെല്ലാം മനസ്സിലുണ്ട്. കേരളസിംഹം എന്നാണ് അദ്ദേഹത്തെ ചരിത്രം വിശേഷിപ്പിക്കുന്നത്. സ്വന്തം രാജ്യത്തിനുവേണ്ടി ജീവൻ കൊടുത്ത അദ്ദേഹത്തെപ്പോലെയുള്ളവരുടെ ഓർമ്മകളാണ് നമുക്കോരോ പൗരനും പ്രചോദനമാകേണ്ടത്. അവരുടെ ആ ത്യാഗമാണ് നമുക്കിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തന്നത്. അദ്ദേഹത്തിന്റെ കഥ ഒരു സിനിമയായും അല്ലാതെയും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ പോരാട്ടത്തിന്റെ തീവ്രത എപ്പോഴും നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്.